നമ്മൾ രാവിലെയാണ് 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഇന്നാണ് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോണത്. പെരിന്തൽമണ്ണയാണ്. അപ്പോൾ പെരിന്തൽമണ്ണയെ കണ്ടിട്ടുള്ളൂ, ഹോസ്പിറ്റൽ ഏതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി പിന്നെ അറിയപ്പെട്ട ഡോക്ടറാണ്, അത് കാരണം അവിടെ ആരുടെ ചോദിച്ചാലും അറിയുന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ ചോദിച്ച് പോവാൻ നിൽക്കുകയാണ്. എല്ലാ കടലാസും എല്ലാ കാര്യം പറഞ്ഞോളൂ. ആദ്യത്തെയൊക്കെ അപ്പം ആദ്യം ഉണ്ടായതൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പം മൊത്തം സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. കുറേ ഉണ്ട് കൊണ്ടുപോകാൻ, കാരണം മുന്നേ ഉള്ള 3 വർഷത്തെ സംഭവങ്ങൾ കയ്യിലുണ്ട്. അതെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഒന്ന് പണിക്കാർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയൊന്നും വരുന്നില്ല, ഞാൻ സന്തോഷമായിട്ട് മാത്രമാണ് പോണേ. അപ്പോൾ 6:30 അവിടെ എത്തണം. അതിന് വേഗം എത്ര ആയാലും ഒരുക്കം കഴിഞ്ഞ 5:30 ആയി കേട്ടോ. പിന്നെ അലാറം അടിച്ചത് കുറച്ച് വൈകിയാണ്. അത് പിന്നെ അങ്ങനെ തന്നെയാണ്, നമ്മൾ ബേജാറ് പിടിച്ച് ചെയ്യുമ്പോൾ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടേ വരുള്ളൂ. എവിടെ ഇതൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ എന്താ ഇനി ഫോട്ടോ ഇട്ടാ. ഇതാണ് മീനിൻ്റെ കേന്ദ്രമല്ലേ നമ്മളെ പെരിന്തൽമണ്ണ. രാവിലെ നമുക്ക് മീൻ എത്തണേ. 6 മണി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര തിരക്കാണ്. പട്ടിക്കാട് കഴിഞ്ഞ് നമ്മള് ഡോക്ടറെ അടുത്ത് പോയി വന്നു കേട്ടോ. നല്ല ക്ഷീണമുണ്ട്, രാവിലെ പോയതല്ലേ. പിന്നെ എല്ലാരും അറിയണ ആൾക്കാരമ്മ, ആരും അറിയാത്തല്ല. ഡോക്ടറും പിന്നെ നമ്മളെ ഇവിടെ അടുത്ത് തന്നെ അല്ലേ, മൊയിലൊക്കെ EMS ഡോക്ടർ അല്ലേ, EMS ഡോക്ടർ. ഏറ്റവും വലിയ EMS ഉണ്ട്. പിന്നെ ഹോസ്പിറ്റൽ അവിടെ കുറെ ഉണ്ട്. അതാണ് ഏറ്റവും ഞരമ്പിന്റെ ഏറ്റവും വലിയ വിദഗ്ധനാ. അവിടെ ചെന്നപ്പോ എല്ലാരും അറിയണതാണ് കേട്ടോ. പിന്നെ അതല്ല നമ്മളെ ഇവിടുത്തെ ഒരു 2 കിലോമീറ്റർ ഉള്ളൂ അല്ലേ വരെ വീട്ടിക്ക്. നമുക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പഴാ നമുക്ക് അറിയില്ല, ഇപ്പഴാ അറിഞ്ഞത്. പിന്നെ ചോദിച്ചറിഞ്ഞല്ലേ, ഞാൻ പറഞ്ഞില്ലേ, ചോദിച്ചു പോയതാണ്. പെരിന്തൽമണ്ണന്ന് പേക്കാരൊന്നുമില്ല, ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. എവിടുന്നൊക്കെ ആൾക്കാർ തന്നെ, അരീക്കോട്, തിരൂര്, വലിയ വലിയ സ്ഥലത്തുനിന്ന് കുറെ. പിന്നെ അതിന്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ ഒരു സമയം ഉണ്ടാവും നമുക്ക്. അതാണ്, പിന്നെ കുറച്ച് ഉള്ളിലേക്ക് പോകണം. അതാണ് അത്രേ ഉള്ളൊരു പ്രശ്നം വരുന്നത്. റോഡ് നേരെ പോണത് അങ്ങോട്ട് തന്നെയാണ്. അതുകൊണ്ട് എത്തി ആവാനും കുറച്ച് പ്രയാസം എടുത്തു, അല്ലാതെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. കറക്റ്റ് സമയത്ത് തന്നെ എത്തിയത്. പിന്നെ നമ്മൾ ഇവിടുന്ന് ചെക്കപ്പ്, CT സ്കാനിങ്, MRI എല്ലാ ഇതെടുത്തിട്ട് നമ്മൾ പോയത്. റിസൾട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ മരുന്നൊക്കെ തന്നിട്ടുണ്ട് 1.5 മാസത്തേക്ക്. പ്രത്യേകിച്ച് അതിനുള്ള കാരണം കണ്ടെത്തിയിട്ടില്ല കേട്ടോ, പറഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ഇതില്ലെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1.5 മാസത്തേക്കുള്ള മരുന്ന് അപ്പൊ തന്നത്, അത് കഴിച്ചിട്ടാണ് ഈ ടെസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ സ്ഥിരം നമ്മൾ കഴിക്കണ മരുന്നുണ്ട് റഫീഖ് ഡോക്ടറെ, അതന്നെ കഴിക്കാനും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഡോക്ടർ പോരാണ്ടല്ല, ഒരാളെടുത്തൂടി പോയി നോക്കിയപ്പോ അറിയാലോ. ഒരു 3 കൊല്ലം ഒന്ന് കുടിച്ചിട്ട് ഡോക്ടർമാരൊക്കെ തന്നെ എന്നാലും നമുക്ക് എന്താന്നുള്ളത് ഒന്നും കൂടി ശരിക്കാവാൻ വേണ്ടിട്ട് പോയതാണ്. അസുഖം ഇപ്പൊ പിന്നെയൊക്കെ മാറി ഇങ്ങനെ തുടങ്ങിയിരുന്നു. അവർക്ക് വീണ്ടും ഇങ്ങനെ എന്തുകൊണ്ട് വന്ന് എങ്ങനെ പറ്റിയത്, അപ്പൊ ഒന്നുകൂടി പോയി നോക്കിയാല് ശരിക്കറിയാലോ. നമ്മളേറ്റവും നല്ല ഡോക്ടർ ഇപ്പൊ പോയില്ല. ഇനിയിപ്പോ അതാ നമ്മൾ പോയിട്ടില്ല എന്നുള്ളത് വരരുത്. നമ്മൾ നോക്കാത്ത ഒരു ഡോക്ടറെ തന്നെയല്ല, എല്ലാ ഡോക്ടറും കാണിച്ചു നോക്കാം, അതിനല്ലേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ കുറെ ആൾക്കാർക്ക് ആയുർവേദം പറ്റുമോ ചോദിച്ചോളൂ. അസുഖം വന്നു, തളരുണ്ട്, വാദമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞേ. അപ്പോൾ നമുക്ക് പേടിയല്ലേ, അപ്പൊ നല്ല കാണിക്കാന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഇങ്ങനെ മടിച്ച് നിന്നത്. പിന്നെ നമ്മൾ പോയതാണ്. മെയിൻ പ്രശ്നം എന്താ, ഞങ്ങള് പറയണ്ടല്ലോ, ഓള് പോരുന്നില്ല ഡോക്ടറെ അടുത്തേക്ക്, അതുകൊണ്ടാണ്. അവിടെ പോകണം, അവിടെ പോയി അറിയാന്ന്. ഇപ്പൊ ഈ വെറുതെ മരുന്ന് ഇങ്ങനെ കുടിച്ചത് കാരണം എന്താ ഏതാ നമുക്ക് ശരിക്കും അറിഞ്ഞിട്ടുമല്ലോ. വലിയ ഡോക്ടർമാരടുത്ത് പോയാല് ദൂരമാണ് ഇവിടുന്ന് പെരിന്തൽമണ്ണയ്ക്ക് 30 കിലോമീറ്റർ. 32 അങ്ങോട്ട് 35 കിലോമീറ്റർ. കോഴിക്കോടും ഇവിടെയൊക്കെ പോകണം. തിരുവനന്തപുരം പോയിരുന്നില്ല, ബെത്തം ഇവിടെ. സൂക്കട് വന്ന് നമുക്ക് എവിടെ എല്ലാ ചികിത്സ അവിടെ പോകണം. ഇതുകൊണ്ട് മാറിക്കിട്ടട്ടെ. അവിടെ എത്രയോ ദൂരത്തുനിന്നാണോ ആൾക്കാര്, അരീക്കോട്, ചമ്രവട്ടം ഇല്ലേ. പിന്നെ നമ്മളെ സ്റ്റോറി കാണുന്ന ആൾക്കാരാണ് കൂടുതൽ, വ്ളോഗും ഉണ്ട്, ഒക്കെ ഭാഗം ആൾക്കാരും കാണുന്നതാട്ടോ. പിന്നെ
നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്നാല് നമുക്ക് അവിടെ ക്യാമറയും പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. അത് വെച്ചിട്ടാണ് എവിടെയും കാണിച്ചിട്ട്. പിന്നെ വണ്ടിയൊന്നും കഴിയില്ലേ, നമ്മളെവിടെ ചെന്നാലും ആൾക്കാരെ അറിയേ. അപ്പൊ ഒരു താത്തായതിലും ഞാൻ ഫോണ് നോക്കാത്തൊരു ചുരുക്കല്ലേ ഉണ്ടാവുള്ളമ്മ. ഞാൻ ഇന്നോടൊരു താത്ത വന്നിട്ട് എന്താ കാലുവേദന ചോദിച്ചത്. അപ്പൊ ഇന്നലെയും കൂടി കണ്ടിട്ടുണ്ട് വീഡിയോ. അപ്പൊ കാലുവേദന കാണിക്കാൻ വന്നാന്ന് അതിന് വേഗം മനസ്സിലായിട്ടുണ്ട്. അത് നമ്മള് പറഞ്ഞ വീഡിയോ ഉണ്ടാവുള്ളൂ. പിന്നെ എല്ലാ കാര്യവും അറിയാം. അപ്പൊ എല്ലാവർക്കും എന്നറിയും, വീഡിയോ അറിയും. മാറിക്കോളും എന്നൊക്കെ പറഞ്ഞു. പാറോസേ വാ, പാറോ എന്താ കാടണേ? അനക്കൊരു സാധനം വാ. അല്ല എന്നാലും എത്ര അനക്ക് സിപ്പപ്പാണോ? അറിഞ്ഞാലും ഞാൻ ചോദിക്കും ആൾക്കാർ, എന്നാലും ഒന്നും കൂടി അറിയാൻ വേണ്ടിട്ടാണ്. അതെ സുഖം ഇപ്പൊ ഇങ്ങനത്തെ വന്നാൽ എല്ലാവർക്കും ഉണ്ടാവും. പ്രഷർ ഇത്തിരി കൂടുതലാ. അതിന് ഉണക്കമീൻ കഴിക്കരുത്. പ്രഷർ 145 120 പാടുള്ളൂ. ഉണക്കമീൻ എന്ന് കിട്ടിയാലും എപ്പോ കിട്ടിയാലും പറ്റും. പച്ചമീൻ കിട്ടിയാലും കുഴപ്പമില്ല. ഉണക്കമീൻ പണ്ടേ അറിയാലോ എല്ലാവർക്കും. ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ്. പപ്പടം ഞാൻ തിന്നൂല. പിന്നെ ചികിത്സ എന്താ കാലിനും കയ്യിനൊക്കെ ഇങ്ങനെ മുട്ടിയൊക്കെ ഒരു സാധനം എടുത്താണ്ട് കടത്തിയിട്ട് ഒരു കമ്പി എടുത്തിട്ട് കാലടി കാലടിച്ചടിക്കും, മുട്ട് കഞ്ഞി എല്ലാം മേടലുണ്ടായിരുന്നു. അതാണ് ചികിത്സ, അല്ലാതെ പരിശോധന ഒന്നല്ല. ആ കമ്പി ആയിട്ട് പിന്നെ ഇപ്പൊ റിപ്പോർട്ടില്ലേ ഇതിലുണ്ടല്ലോ എല്ലാ കാര്യവും വിശദമായിട്ട്. ഇനിയിപ്പോ എന്തോ ടെസ്റ്റിന്റെ പേര് പറഞ്ഞത് ബ്രെയിനിന്റെ എന്തോ ആണ്, തലച്ചോറിന്റെ എന്തോ ഒരു ടെസ്റ്റാണ്. അതാണ് പറഞ്ഞത്. അതിന് പേര് പറഞ്ഞോട്ടോ, മറന്നു. ആ പുലി ചെയ്തില്ലേ അവിടെ കാരണം മീർക്കള പരിപാടിയാ ചേച്ചി. ആ മീർക്കള പരിപാടിയാട്ടെ. ആരോ ആ വെള്ളം ഇറക്കണ്ട, അങ്ങോട്ട് പോരെ. ഇവിടെ വാ, ഇവിടെ വാ. എന്താ മ്യാവരോട് വന്നാ ഇങ്ങോട്ട് വാ, ഇവിടെ വാടി. എന്താ പേര് പോലെ എന്തേ അനക്ക് സിപ്പപ്പ് വേണം? അനക്ക് സിപ്പപ്പ് വേണം? ഒരു മരുന്ന് കുടിക്കണം, സിപ്പപ്പ് തരാം കേട്ടോ. മീസ പിരിച്ചാലോ നമുക്ക്? മീസ പിരിക്കുക, മീസ പിരിക്കുക, മീസ പിരിക്കുക. ക്രൂ 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 പറയണ ഒരു ഹായ് പറഞ്ഞ, ഒരു ഹായ് പറഞ്ഞ. ഉറക്കം വരുന്നുണ്ടോ? അറിയിക്കാം അറിയിക്കാം. ഒന്നും ഇറങ്ങിയില്ല, അറിയിക്കാം. പോയി കൈനുള്ളിൽ കേൾക്കും. പണിക്കാർ വന്നില്ല കേട്ടോ. ഒന്നും കൂടി എടുത്തപ്പോൾ ഏകദേശം നാളെ തീരുമാനം പണി. ഇന്നലെ ഇന്നും ലീവായി. ഒരാൾ ലീവായാൽ പിന്നെ പറ്റർക്ക് പറ്റൂലല്ലോ, കൂലിക്കാരില്ലാതെ. ഇപ്പൊ നമ്മള് അടുപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുപ്പ് പുകയില്ലാത്ത അടുപ്പ് 100% ഗ്യാരണ്ടിയാ. ഇനി അഥവാ പുക വരുന്നുണ്ടെങ്കിൽ ശരിയാക്കി തരും. ഇനി എവിടെയെങ്കിലും പുക വരുന്ന അടുപ്പുണ്ടെങ്കിൽ ആള് റെഡി ചെയ്ത് കേട്ടോ. നമ്മുടെ മലപ്പുറം ജില്ലക്ക് ഫസ്റ്റ് അടുപ്പ് കൊടുന്ന ആളാണ് നമ്മളത് പണിയെടുക്കാൻ പോണത്. വയസ്സായ ആളാട്ടോ. പിന്നെ ഇവര് പണിക്കാരെ ചെറുപ്പിച്ചത് ആലിക്കോട്. രണ്ടാളാണ് മലപ്പുറം ജില്ലക്ക് അടുപ്പ് കൊടുന്നത്. ഒന്ന് അമരമ്പലത്തുള്ള ആളും ഒന്ന് ആളും. അപ്പൊ ഇതൊരു 10 കൊല്ലം ഉണ്ടായിരിക്കും ഇത് പുക പോവാത്തവരുണ്ട് കേട്ടോ. അത് കണ്ടിട്ടാണ് നമ്മള് പറഞ്ഞിട്ട്. പെട്ടെന്ന് നമ്മള് ഇതിന്റെ പണിയും കഴിക്കുക, അടുപ്പും പണിയും കഴിക്കുക, പേട് പോരും ഇതിനുള്ളിക്ക്. അതാണ് അവസ്ഥ. ബാക്കി അവിടെ കഴിഞ്ഞ് എപ്പോഴാ എടുക്കണ പോലെ എടുത്തോട്ടെ, കുഴപ്പമില്ല. നമുക്ക് ഇതിന്റെ ഉള്ളിൽ റെഡി ആയി കിട്ടിയ ഇതിനുള്ളിൽ റെഡി ആയി കിട്ടിയ നമ്മള് പോരും. ഇനിയിപ്പോ ഈ തട്ടിന്റെ പണിയൊന്നും ഇപ്പൊ നമ്മൾ എടുക്കണില്ല. അതൊക്കെ പിന്നീട് നമുക്ക് ബഡ്ജറ്റ് ഉണ്ടാകുമ്പോ എടുക്കും. ഇപ്പൊ നടക്കൂല. അല്ലെ ഇത് കൂടെ ഒക്കെ തട്ട് വെക്കാൻ എന്തായാലും ഒരു 70,000 ഉറുപ്പ് വരും തട്ട് വെക്കാൻ. അതൊക്കെ ഉണ്ടാകുമ്പോ എടുത്താൽ മതി. റൂം കൂടെ ഇവിടെ ആയിണ്ടെങ്കിൽ ഇപ്പൊ തൽക്കാലം കഴിഞ്ഞ അടുത്തോളം നോക്കാം. ഇതിനുള്ളൊക്കെ റെഡി ആക്കി അതിനുള്ളൊക്കെ ഞാൻ മുകളിലാക്കിയിട്ടുണ്ട്. ഇതൊന്നര വെട്ടിയത് ഈ കൂടെ ഇങ്ങനെ വെട്ടിയ പൈപ്പ് അങ്ങോട്ട് പോകണം. അത്യാവശ്യം നമ്മളെ ഇത് കണ്ടിട്ടുണ്ടവരെ
ലേറ്റില്ലാതെ ഇരുട്ടാണ്. ഇത് ഒക്കെ ഓരോ പണിങ്ങനെ കാണുമ്പോൾ ഒരു പൂതിയാണ് കാണാൻ, ആകാംക്ഷന്. പക്ഷെ നടന്നില്ല. നിങ്ങളുടെ ഷവർ വേണ്ടെന്ന് കരുതിയത് കേട്ടോ. അപ്പൊ അമ്മ അല്ലേ കാര്യങ്ങാരന് പറഞ്ഞു പിന്നീട് നമുക്ക് ഇടാൻ പറ്റൂല. അപ്പൊ മൂപ്പര് പറഞ്ഞു, ആള് പറഞ്ഞു അതിനുള്ള പോയിന്റ് ഇട്ട് വെക്കാം, പിന്നെ എപ്പോഴും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റൂല, അപ്പൊ അതിനുള്ള പോയിന്റ് ഇട്ട് വെക്കാന്നൊക്കെ പറഞ്ഞു. ഷവർ വേണ്ട വിചാരിച്ചു. പിന്നെ ഞങ്ങള് ഷവറില് പൊതുവെ ഇനിയിപ്പോ ഞങ്ങക്ക് ഷവർ ഉണ്ട് ഇപ്പൊ അതിനുള്ളില്, പക്ഷെ എപ്പോഴായാലും ഇടാൻ മറക്കും. അപ്പൂസം അതുപോലെ കേട്ടോ കുളിക്കുക, ഓ ഷവർ ഇട്ടാ കുളിക്കുക. കാരണം പൈപ്പ് തുറക്കുന്ന ഒച്ച കേൾക്കലേ ഇല്ല. അല്ലാതെ അമ്മ ഷവർ എടുക്കുക, ഞാൻ എടുക്കുക, അമ്മ ഷവർ എടുക്കുക ഒന്നും ചെയ്യില്ല. അത് ഓർമ്മണ്ടാവും. വേഗം പൈപ്പ് തിരിക്കും കുളിക്കും പോരുന്നല്ലാതെ അതിനില്ല. പിന്നെ ഇനിയിപ്പൊ ഇവിടെ വേണ്ട വെട്ടിക്കളയാനോട്. ഇപ്പൊ ഇതിന്റെ ഉള്ളില് ഫാൻ ഇടാൻ മറന്നുണ്ട്. ഇതിന്റെ ഉൾക്കൂടെ ഒക്കെ പോയിക്കോളും. ഇവിടെ ലേസം തേക്കാണ്ട് കേട്ടോ. ഇവിടെ ലേസം തേക്കാണ്ട് ഫുള്ള്. നാളെ മറ്റന്നാളെ ഫുള്ളാവും കരുതണേ. ഇത് സാധാ ക്ലോസറ്റ് ആട്ടോ അങ്ങോട്ട് വാങ്ങിയത്, യൂറോപ്യനല്ല. അമ്മ അറിയാ നമ്മള് ഇങ്ങനെ ഇരിക്കണം, വെറും മറ്റേത് യൂറോപ്യനാകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സാധാ ക്ലോസറ്റാ വാങ്ങിയിരിക്കണത്. ഒന്നും മറ്റേതൊന്നും ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് 2 ദിവസം മുന്നേ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇന്ന് ഫിറ്റിങ് നടന്നില്ല. എന്താ സ്പെഷ്യല്? കറുത്ത പണിക്കാർക്ക് ഉണ്ടാക്കി എത്തി കൊണ്ടുവച്ചതാണ്. അപ്പൊ നമുക്ക് കുമ്പളങ്ങക്കറി വെക്കാം. മീന് മരുന്നിന്റെ ആളെ പോയി, മരുന്നിന്റെ ആളവിടെ പോയി. സിറിഞ്ചിലാട്ട ചെറിയ ഇതുണ്ട്, അതിന് മരുന്ന് എടുക്കാണ്. ആരോ മരുന്ന് അടിക്കാ മറ്റേ സാധനം എവിടെ ഉള്ളത്? ഗ്ലാസിന്റെ അടി കൂടെ കാണുന്നുണ്ട്, അടിയിലുണ്ട്. കഴിഞ്ഞിട്ടോ ഒരു മരുന്നും കൂടെ ഉള്ളൂ. ഇത് 2 ദിവസത്തിനുള്ളതാണ്. അരഭാഗത്ത് സിറിഞ്ചിലാക്കി കൊടുക്കലാണ്. എന്നാ തന്നെ കുടിക്കൂല. അതിന് ഭയങ്കര മടിയാട്ടോ. ഈ സാധനം ഭക്ഷണത്തിൽ കൊടുക്കൂല. ഭക്ഷണത്തിലാക്കിയാലും ഇനി ചിക്കൻ ആയാലും മുട്ട മീനായാലും ഗുളിക ആയാല് ഒരു രക്ഷയില്ല. സിപ്പപ്പിൽ കൊടുക്കാനുള്ള പരിപാടി നമ്മള്. സിപ്പപ്പിലായാലും എനിക്ക് തോന്നണുള്ളത് തിന്നണേ. അതിനെക്കാട്ടി നല്ല എന്താ പറയാ, ഞങ്ങള് കൈയും കാലൊക്കെ പിടിച്ച് അങ്ങനെ കൊടുക്കലാണ്. പൊടിച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കും. അമ്മ നിങ്ങള് മരുന്ന് മീൻ കൊടുത്തത് മാത്രമാണ്. ഇതാണ് സിപ്പപ്പ്. ഞങ്ങൾ പോയിപ്പോ വാങ്ങിയതാണ് കേട്ടോ. ഇതിന്റെ പല ഫ്ലേവറും ഉണ്ട്. ഞങ്ങള് വാങ്ങിയത് വേറെ. ഇത് കാണുമ്പോഴേക്കിനുള്ളടത്തുനിന്ന് ഓടി വരും. ഇങ്ങോട്ട് ഓടി. എന്താ മേത്ത് വെള്ളായോ? അത് ആയിക്കോട്ടെ, തുടക്കി. എടി അന്നെ പുറത്തെന്താ? ഇത് മൊത്തം കൂടായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല കേട്ടോ. പുറത്തുറച്ചെടുത്ത ഫസ്റ്റ് കിട്ടാറില്ല കുട്ടിക്ക്. വേണോ വേണോ കുറച്ചെടുക്കുന്നുണ്ട്. നല്ല നാക്കില് കൊടുക്കട്ടോ. മരുന്നടിക്കാൻ കേട്ടോ. അത് മരുന്നടിക്കാനുള്ളതാണ് കേട്ടോ. മരുന്നടിക്കാൻ എനിക്ക് തരുള്ളൂ. മരുന്നടിക്കാൻ കേട്ടോ. അങ്ങോട്ട് ഇതാ വരുന്നത്. അതിന്റെ അപ്പല്ല മൊത്തം ഫ്രിഡ്ജിലായി കൊടുക്ക്. ചെരിച്ചു പിടിച്ച് വേണോ? ഞാൻ കുറച്ച് ഇതിക്കാക്ക്. ഇനി ഇങ്ങനെ കാട്ടണ്ടൊക്കെ ഇങ്ങനെ കാട്ടുക, ഇങ്ങനെ കാട്ടുക. ഇനി വലി ഇനി ബാക്കിയുള്ള വലി. എടി സിപ്പ നമുക്ക് ഇങ്ങോട്ട് കയറുന്നാലും ഇങ്ങോട്ട് കയറ്. ഞാൻ കാണിച്ചു തരാം. അത് ഫുള്ളായില്ല. അത് ഫുള്ളാവണം, അല്ല പറ്റൂല. അങ്ങനെ കയ്യല്ലേ? എന്നാ കുടിച്ച അങ്ങനൊന്നും കൊടുക്കാൻ പറ്റില്ല. മതി ഞാൻ കൊടുത്തോ. സോഫയ്ക്കോ മരുന്നൊക്കെ വിളിച്ചിക്കാണ്. കുട്ടികളെ കഷ്ടം മരുന്നടിക്കാൻ കേട്ടോ. തെറ്റിപ്പോയി. ദിവസം ഇപ്പൊ ഒന്നും വേണ്ട, ഇട്ടെറിഞ്ഞ് വിട്ടു. വാ സിപ്പ വേണം. ഇനി മരുന്നില്ല, കുട്ടിയെ പോരെ. വാ
ഇല്ല ഇങ്ങോട്ടാവില്ല ഇപ്പൊ പറ ഇങ്ങോട്ട് വാ മരുന്ന് വെച്ചിട്ടാണ് കാണുന്നത്. എന്നാ പറയാ ഇല്ല കുട്ടിക്ക് വാ വാ നാളെ അരക്കോട്ടുകൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നാലും കൊടുത്തതാ. കഴിഞ്ഞിട്ടോ. ഇനി ഇതിനെ കുറച്ചും കൂടി കുടിപ്പിക്കട്ടെ. നാളെ കാണാം. നാളെ കാണാട്ടോ. നമ്മള് കറിയൊക്കെ ഉണ്ടാക്കട്ടെ, നമ്മളെ പണികൾ ആരംഭിക്കണേ. അപ്പം നാളെ കാണാം. എല്ലാവർക്കും ബൈ.